ഹലോ, ഇന്ന് സാരിയുടെ വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഞാൻ ചെറിയൊരു വ്ളോഗായിട്ട് വന്നതാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് അതും കൂടി കാണുമ്പോൾ ഒരു ടൈം പാസ് ആവുമല്ലോ, അതുകൊണ്ടാണ്. ഇന്ന് നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് തമിഴ്നാട് ഭവനിൽ. ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഞാനിവിടെ ഡൽഹിയിലാണെന്ന്. അപ്പം നമ്മൾ മലയാളികൾക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല അടിപൊളി ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ തോന്നും അല്ലേ? നമ്മൾ ഉണ്ടാക്കും, എന്നാലും പുറത്തുനിന്ന് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ ഇടയ്ക്കൊക്കെ. അങ്ങനെ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്ത സ്ഥലം തമിഴ്നാട് ഭവനാണ്. ഡൽഹിയിലാണ് ഇതുള്ളത്. ഒരുപാട് മന്ത്രിമാരും തമിഴ്നാട്ടിലെ മന്ത്രിമാരും ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്കുള്ള സ്റ്റേ ഇവിടെയാണ് അറേഞ്ച് ചെയ്യാറ്. ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. നമ്മൾ സാധാരണക്കാർക്കും റൂം ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ ഓൺലൈൻ ത്രൂ മാത്രമാണ് റൂം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഉള്ളെല്ലാം ഭയങ്കര സ്പേഷ്യസ് ആണ്. പക്ഷെ നമ്മൾ റൂമിന് വേണ്ടിയിട്ടല്ല വന്നിട്ടുള്ളത്, നമ്മൾ ഇന്ന് ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, കുറേ ദിവസമായി കഴിച്ചിട്ട്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഒരു ചെറിയ ഡൈനിങ് ഹാൾ പോലെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് തമിഴ്നാട്ടിൻ്റെ ഒരുവിധം എല്ലാ സ്പെഷ്യൽ ഫുഡും നമുക്ക് കിട്ടും കേട്ടോ. വെജും നോൺ വെജും എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഓപ്പൺ കിച്ചൺ അല്ല, നമ്മൾ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് കാണുന്ന രീതിയിൽ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്ത് നീറ്റിലാണ് അവർ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ക്യാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഫുഡ് കുക്ക് ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ ക്യൂരിയോസിറ്റിയാണ് ദോശ വരുന്നതും കാത്തിട്ട്. നമ്മൾ 3 ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ദോശ കേട്ടോ. ഒരുപാട് പേർ റിവ്യൂ പറഞ്ഞിരുന്നു ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒഴിവ് കിട്ടിയപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടുള്ളത്. നമ്മൾ 3 ആളുണ്ട് കേട്ടോ. ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും. അപ്പോൾ ഇത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ നമ്മൾ നല്ല കൂട്ടാണ്. നമ്മൾ ദോശ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ദോശ എത്തിയിട്ടുണ്ട്. നല്ല ചൂട് ദോശ ഉണ്ട്, കാണാനൊക്കെ ഭംഗിയുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഫസ്റ്റ് എത്തിയിട്ടുള്ളത് മസാല ദോശയാണ്. ഈ മസാല ദോശയുടെ കൂടെ ചട്നി, സാമ്പാർ, വെള്ള ചട്നി, അങ്ങനെ 3 ഐറ്റംസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല നെയ്യിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന്. എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ ബാക്കിയുള്ള മലയാളികൾ സജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ വന്നത്. ഇവിടെ ഇങ്ങനെ ഡൽഹിയിൽ ഒരുപാട് ഭവൻസ് ഉണ്ട്. ആന്ധ്ര ഭവൻ, തമിഴ്നാട് ഭവൻ, കേരള ഭവൻ, അങ്ങനെ കേരള ഹൗസ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇത് മൈസൂർ മസാല ദോശയാണ്. അതാണ് അതിൻ്റെ ഉള്ളിൽ ഒരു റെഡിഷ് കളറുള്ളത്. ഒരു ചമ്മന്തി പോലെ തേച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ മസാല ഫില്ല് ചെയ്യുന്നത്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് റവ മസാല ദോശയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ റവ മസാല ദോശ ട്രൈ ചെയ്യണത്. ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. നിങ്ങൾ ഡൽഹിയിലൊക്കെ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. വലിയ റേറ്റ് ഒന്നുമില്ല, നമുക്ക് അഫോർഡബിളായ രീതിയിലുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. പുറത്തൊക്കെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല നീറ്റായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ തമിഴ്നാട് ഭവൻ. ഇനി നമ്മളിവിടുത്തെ ഒരുപാട് ഭവൻസ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. നമുക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ ഒഴിവുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം ഡൽഹിയിലെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് കയറാൻ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഉള്ളിൽ കയറിയപ്പോൾ ഒരു വലിയൊരു ഹോട്ടലൊക്കെ പോലെ തന്നെയാണ്. ഇങ്ങനെ നല്ല രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്ക്രീൻ കണ്ടു. അതിലെന്താ നോക്കിയത്, നമുക്ക് റൂം ബുക്ക് ചെയ്യാനുള്ളതും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ക്രീനിൽ കൂടെ നമുക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ടൈം പാസിന് വീഡിയോ ഇട്ടതാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്